സിബിൽ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മാക്സിമം പ്ലെയർ നോർമൽ പരാസാണ്. അത്യാവശ്യം പ്ലെയർ ഉണ്ടാവും. ഇത് പ്ലെയറിന് അമ്പുള്ള പരാസല്ല, സാധാ പരാസ് മാക്സിമം നല്ല പ്ലെയർ. അപ്പൊ ഇതിങ്ങനെ രണ്ട് പീസുണ്ട്. ഒന്ന് രണ്ട് കാലിന്റെ രണ്ട് പീസുകളുണ്ട്. രണ്ട് പീസുകൾ ഇങ്ങനെ എടുത്തിട്ട് ആദ്യം നടഭാഗം ജോയിൻ ചെയ്യാം. അപ്പൊ നടഭാഗം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നടഭാഗം ജോയിൻ ചെയ്തെടുക്കുക. അപ്പോ നടഭാഗം ജോയിൻ ചെയ്യാണ്. അലാസ്റ്റിക് ആയതുകൊണ്ട് ഓപ്പൺ ഒന്നും കൊടുക്കണ്ട, നേരെ ജോയിൻ ചെയ്തെടുത്താൽ മതി. ജോയിൻ ചെയ്യുന്ന സമയത്ത് തുമ്പുകൾ ഒപ്പമായിരിക്കണം. അതിന് നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പിടിച്ച് നോക്കുക. തുമ്പ് ഒരേ ലെവലിൽ പിടിച്ചു. രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പൊട്ടി പോരാതിരിക്കാൻ എപ്പോഴും രണ്ട് സ്റ്റിച്ച് ഇടുന്നത് നല്ലതാണ്. ഇതുപോലെ മറ്റേ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നടഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് കൂടെ ഇട്ടിട്ടുണ്ട്. രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി അടിഭാഗം മടക്കി അടിക്കണം. അപ്പോൾ അത് അടിഭാഗം മാർക്ക് ചെയ്യണം. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു 1.5 ഇഞ്ച്. അപ്പോൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് തുമ്പ് പിടിച്ചിട്ട് ഒരു 2 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 1 ഇഞ്ച് ഉള്ളിൽ തുമ്പക്ക് പിടിച്ചിട്ട് 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചു കൊടുക്കുക. ഒരേ ലെവലിൽ വേണം മടക്കാൻ, പിരിഞ്ഞു പോയിട്ട്. അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്, നല്ല ഫ്ലെയറിലാണ്. അടിഭാഗം ബോട്ട് അടിക്കുമ്പോൾ അതുപോലെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് അടിക്കണം. വളഞ്ഞു പോകരുത്, തിരിഞ്ഞു പോകരുത്, പിരിഞ്ഞൊന്നും പോകരുത്. അതിന് എന്ത് ചെയ്യണം, ഉള്ളിലത്തെ തുമ്പ് നമ്മൾ ഒരേ ലെവലിൽ തന്നെ പിടിക്കണം. രണ്ടറ്റം നമ്മൾ മാർക്ക് ചെയ്തിട്ട് വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെട്ടിക്ക് തന്നെ കറക്റ്റായിട്ട് 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് 1 ഇഞ്ച് ഇത് പിടിച്ചിട്ട് വേണം മടക്കി അടിക്കാൻ. തുണി വലിയാനും പാടില്ല, വലിയ കൈഭാഗങ്ങളും ബോട്ടങ്ങളും കടിക്കുമ്പോൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. തുമ്പുകൾ ജോയിൻ ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് കാല് മറിഞ്ഞു പോയിട്ട് അതിന് തുമ്പ് നോക്കിയിട്ട് വേണം പിടിക്കാൻ. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ മറ്റേ ഭാഗം മറിച്ചിട്ടിട്ട് മറ്റേ കാലും അടിഭാഗം ബോട്ടും അതുപോലെ 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുക. 1 ഇഞ്ചിലും മടക്കി പിടിച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഈ അടിഭാഗം ബോട്ടും ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1 ഇഞ്ച് തുമ്പിൽ തന്നെ പിടിക്കണം, പിരിഞ്ഞു പോയത്. കാലിന് പോയാൽ കാണാൻ ഫിനിഷിങ് ഉണ്ടാവില്ല, വൃത്തി ഉണ്ടാവില്ല. 1 ഇഞ്ച് തുമ്പ് ഉള്ളിൽ കെട്ടി പിടിക്കുക. ബോട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കാലിന്റെ അടിഭാഗത്തു നിന്ന് കൊണ്ടുവരിക, അല്ലെങ്കിൽ നടഭാഗത്തു നിന്നും ആയാലും മതി. ഇങ്ങനെ നട ജോയിന്റ് ചെയ്ത് അവിടുന്ന് സെൻറ്റർ ഒപ്പം പിടിച്ചിട്ട് ഇവിടുന്ന് വേണമെങ്കിൽ നടന്റെ ഇവിടുന്ന് വേണമെങ്കിലും ജോയിന്റ് എടുക്കുക, അറ്റത്തുനിന്ന് വേണമെങ്കിലും ജോയിന്റ് എടുക്കുക. 1 ഇഞ്ച് തുണി തുമ്പ് പുറത്തേക്ക് തള്ളിയിടുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നൂലൊക്കെ ഒട്ടി ഒഴിവാക്കി കൊടുത്ത് കുറ്റീൻ്റെ നൂലിന്റെ കുറ്റിയൊന്നും ഇവിടെ കാണരുത്, ഫിനിഷിങ് കുറയും. ഇനി നടഭാഗം ഒപ്പം വെച്ച് പിടിക്കുക. ജോയിന്റുകൾ ഒരേ വരണം, അല്ലെങ്കിൽ കീറി ഇറങ്ങി നിൽക്കും. കീറി ഇറങ്ങി നിൽക്കാൻ പാടില്ല. കീറി ഇറങ്ങി നിന്നാൽ ജോയിന്റാണ്. പിന്നിന്റെ ഭാഗത്തിൽ അവിടെ കെട്ടിട്ട് കൊടുത്താൽ പ്രശ്നം പോകാം. ഇതിന്റെ വീടും പറയാറുണ്ട്. ഇനി അതേ 1 ഇഞ്ച് തുമ്പ്
ഇവിടെ അടിഭാഗം ഉപ്പാക്കി പിടിക്കണം. ഒന്ന് ചെറുക്കൊന്ന് വലുതായി നിൽക്കരുത്. രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പൊ ഏകദേശം പരാസത്തിന്റെ ഒരു മീറ്റർ തീർന്നു. ഇനി ഇടയ്ക്ക് എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ അതിൽ നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ച് വീതിയിലൊന്ന് ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഒരേ വീതിയിൽ ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ട്